प्लीज हिंदी ग्रामर क्लास को स्वागत करते हैं. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഹിന്ദി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അതിൽ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഞാനിവിടെ ഈ ബോർഡിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും അത് പഠിക്കുകയും വേണം. അതിനുശേഷം നമ്മൾ പ്രോനൗണും വിഭക്തി പ്രത്യയം ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് എഴുതിയെടുക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് നമുക്ക് പ്രോനൗണിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? സർവനാം. ഹിന്ദിയിൽ എന്താ പറയാ? സർവനാം. പേരിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സർവനാം. പേര് संख्या के बदले आने वाले शब्द को प्रोनाउन और सर्वनाम कहते हैं. ഒരു വ്യക്തിയുടെ പേരോ ഒരു വസ്തുവിന്റെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. അപ്പൊ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സർവനാം. അപ്പൊ ഒരു വ്യക്തിയുടെ പേര് ആതിര, അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വാക്ക്, ഏത് എന്നിങ്ങനെ പറയുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് പ്രോനൗൺ. അപ്പൊ നമ്മൾ നോക്കുക, കുറെ പ്രോനൗൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? മെയിൻ. മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന അർത്ഥം വരുന്ന മെയിൻ എന്നുള്ള പ്രോനൗൺ ആണ് ആദ്യം. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മെയിൻ പഠിത്താക്കും, ഞാൻ പഠിക്കുന്നു. മെയിൻ ആതിരാകും, ഞാൻ ആതിരയാകുന്നു. അപ്പൊ മെയിൻ എന്ന് പറയുന്ന പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഹും എന്നുള്ള ഉപയോഗിക്കണം. ഹും എന്നാണ് അതിന്റെ ലാസ്റ്റ് വരും. അപ്പൊ മെയിൻ എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹും എന്ന് ഉപയോഗിക്കും. ഓക്കെ. സെക്കൻഡ് വൺ തു. തു എന്ന് പറഞ്ഞാൽ നീ, അത് സിംഗുലർ ആണ്. തു എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് തു കോൻ ഹോ, തു കോൻ ഹെ എന്നാണ് ചോദിക്കുന്നത്. തു കോൻ ഹെ, നീ ആരാകുന്നു. തേർഡ് വൺ നോക്കൂ, തും. നിങ്ങൾ യുവർ എന്ന് പറയുന്ന നിങ്ങൾ എന്ന് പറയുന്ന സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ തും കോൻ ഹോ. അപ്പൊ തും എന്ന് ഉപയോഗിക്കുമ്പോൾ എന്ത് വേണം? ലാസ്റ്റ് ഹോ എന്നുള്ളത് വേണം. അപ്പൊ തും. അപ്പൊ മെയിൻ തു, തും. ഫോർത്ത് വൺ ഈസ് ഹം. ഹം എന്നുള്ള പ്രോനൗൺ ഞങ്ങൾ, നമ്മൾ എന്ന് പറയുന്ന നീങ്ങോട് കൂടി ഉപയോഗിക്കുന്ന ഈ പ്രോനൗണിന് ഹം എന്നുള്ളത് ഒരു പ്ലൂരലാണ്. അപ്പൊ നമ്മൾ എന്താ ഉദാഹരണം പറയാ? ഹം എന്ന് ഉപയോഗിക്കുമ്പോൾ ഹം ലഡിക്കിയാം ഹേ. പ്ലൂരൽ ആയിട്ട് കുട്ടില്ല ഹേ എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കണം. അപ്പൊ ഹം ലഡിക്കിയാം ഹേ, ഹം ലഡിക്കേ ഹേ. അപ്പൊ ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞങ്ങൾ എന്ന അർത്ഥം വരുന്നതാണ് ഹം. അപ്പോ മെയിൻ തു, തും, ഹം. മനസ്സിലായി? അടുത്തത് ആപ്പ്. ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾ. അപ്പൊ നമ്മൾ ഒരാളെ സംബോധന ചെയ്യണം, ഒരാളെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ആപ്പ് ആയിയേ. അപ്പൊ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? താങ്കൾ വന്നാലും. ആപ്പ് ഊട്ടിയേ, താങ്കൾ എഴുന്നേറ്റാലും. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ എന്താണ്? ആപ്പ് എന്ന് പറയുന്നത് താങ്കളാണ്. ലാസ്റ്റ് ഇയേ അല്ലെങ്കിൽ ആയിയേ എന്ന് നിങ്ങൾ ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് യഹ്. യഹ് സിംഗുലർ ആണ്. ഇവൻ, ഇവൾ, ഇത്, ഈ. इवन, इवल, इध, ई. ये क्या है? यह कलम है. मतलब यह क्या है? यह कलम है. अब इतने मीनिंगोड കൂടിയ ഇത് ഇവൻ, ഇവൾ, ഇത്, ഈ. ഇത് സിംഗുലർ ആണ്, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വാക്ക്. അവൻ, അവൾ, അത്, ആ. വാക്ക് അവൻ, അവൾ, അത്, ആ. വഹ് क्या है? വഹ് कौन है എന്ന് ഉപയോഗിക്കുന്നതാണ് വാക്ക്. നെക്സ്റ്റ് യെ. ഈ യഹിന്റെ പ്ലൂരൽ ഫോം ആണ് യെ. യഹിന്റെ പ്ലൂരൽ ആണ്, ബഹുവചനമാണ് യെ. എന്താണ്? ഇവർ, ഇവ, ഇദ്ദേഹം എന്ന് പറയുന്ന മീനിങ് ആണ് ഇതിന് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ യഹ് എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ യെ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. ഇവർ, ഇവ, ഇദ്ദേഹം. നെക്സ്റ്റ് വേ. വേ എന്ന് പറഞ്ഞാൽ അവർ, അവ, അദ്ദേഹം. വഹ് എന്ന് പറയുന്ന ആ വേർഡിന്റെ അല്ലെങ്കിൽ ആ പ്രോനൗണിന്റെ ബഹുവചനമാണ് വേ. മനസ്സിലായില്ലേ? വേ എന്ന് പറഞ്ഞാൽ അവർ, അവ, അദ്ദേഹം. ഈ വഹ് എന്ന് എഴുതിയതിന്റെ നേരെ പ്ലൂരലാണ് അല്ലെങ്കിൽ ബഹുവചനമാണ് ഇത്. നെക്സ്റ്റ് കോൻ. കോൻ. കോൻ ആത്താഹെ, ആരെ വരുന്നത്? അപ്പൊ കോൻ എന്ന് പറയുന്ന മീനിങ് എന്താണ്? കോൻ എന്ന് പറഞ്ഞാൽ ആര്, ഏത്. ആര്, ഏത് എന്ന് പറയുന്ന മീനിങ്ങോട് കൂടി വരുന്ന പ്രോനൗൺ ആണ് കോൻ. നെക്സ്റ്റ് പോയി. പോയി. ആരോ, ഏതോ. പോയി അദ്ദേഹം, ആരോ വരുന്നു. നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആരോ വരുന്നു. അപ്പൊ പോയി എന്ന് പറഞ്ഞാൽ ആരോ
ജോ. ജോ എന്ന് പറയുന്ന പ്രോനൗണിന്റെ അർത്ഥമാണ് ഏതൊരുവൻ, ഏതൊരുവൾ, ഏതൊരു. അപ്പൊ നമ്മൾ വിഭക്തി പ്രത്യേകമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അപ്പൊ ജോ എന്ന് പറയുന്ന പ്രോനൗണിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കപ്പോൾ ജിസ്നെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജോ ആത്താഹേ ആരാ വരുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോ എന്ന് പറയുന്ന ആ പ്രോനൗൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഈ പ്രോനൗൺസ് ഒക്കെ നോട്ടിലേക്ക് എഴുതിയിട്ട് കറക്റ്റായിട്ട് അതിന്റെ മീനിങ് പഠിച്ചിട്ട് എഴുതണം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. സർവനാം എന്ന് പറഞ്ഞാൽ संख्या के बदले आने वाले शब्द को सर्वनाम कहते हैं. പേരിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സർവനാം. ഫസ്റ്റ് എന്താണ്? മെയിൻ, തും, തും, ആപ്, ഹം, യത്, വാഹ്, യേ, വേ, കോൻ, കോയി, ജോ എന്നീ പറയുന്ന ഇത്രയും പ്രോനൗണുകൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് വേണം. ഈ ഹിന്ദിയുടെ ബേസിക് എന്ന് പറയുന്നതാണ് ഈ പ്രോഗ്രാമിൽ നമുക്ക് സംസാരിക്കാനും തെറ്റുകൂടാതെ ഒരു സെന്റൻസ് എഴുതാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ വിഭക്തി പ്രത്യയം കൂടെ പറഞ്ഞു തരും. അതും ഇതും കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് തെറ്റുകൂടാതെ ഒരു സെന്റൻസ് എഴുതാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഹിന്ദി സംസാരിക്കാനോ അല്ലെങ്കിൽ തെറ്റുകൂടാതെ എഴുതാനോ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഹിന്ദിയുടെ ബേസിക് ഗ്രാമറായ ഹിന്ദി ഫസ്റ്റ് ലെറ്റേഴ്സ് പഠിച്ചിട്ട് നമ്മൾ ആദ്യം എഴുതേണ്ട കാര്യങ്ങളാണ് പ്രോനൗണും വിഭക്തി പ്രത്യയവും. അപ്പൊ ഇത് ശരിക്കും പഠിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഫസ്റ്റ് നമ്മളിവിടെ സർവനാം പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് വിഭക്തി പ്രത്യയം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വിഭക്തി പ്രത്യയം ഹിന്ദിയിലെ കുറെ വിഭക്തി പ്രത്യയങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ അടുത്തതായിട്ട് നിങ്ങളെ ഇവിടെ പറയാനുള്ളത്. വിഭക്തി പ്രത്യയം അല്ലെങ്കിൽ എന്താണ് കാര്യഹീ വിഭക്തി പ്രത്യയം. 10th അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് വിഭക്തി പ്രത്യയം? എന്താണ് വിഭക്തി പ്രത്യയം? വാക്കുകളെ തമ്മിൽ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഭക്തി പ്രത്യയം ഉപയോഗിക്കുന്നത്. രണ്ട് വാക്കുകളെ തമ്മിൽ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വിഭക്തി പ്രത്യയം. മനസ്സിലായി? കുറേ വിഭക്തി പ്രത്യയങ്ങളുണ്ട് ഹിന്ദിയിൽ. നിങ്ങൾ നോക്കൂ. ഫസ്റ്റ് ക, കെ, കി. ക, കെ, കി, കോ, നേ, സേ, പർ, മേ, കി. ഇത്ര വിഭക്തി പ്രത്യയങ്ങളാണ് ഹിന്ദിയിൽ. ആദ്യം നമ്മൾ പഠിച്ച പ്രോനൗൺസ് കുറെ പഠിച്ചു. അതിനുശേഷമുള്ളതാണ് വിഭക്തി പ്രത്യയം. അപ്പൊ ക, കെ, കി, കോ, നേ, സേ, പർ, മേ, കെ, ലിയെ. ഇത്ര വിഭക്തി പ്രത്യയങ്ങളാണ് ഹിന്ദിയിലുള്ളത്. ഇനി നമുക്ക് ആദ്യമായിട്ട് ക, കെ, കി ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കൂ. ഇന്റെ, ഡേ, ഉള്ള, ലെ. ഇന്റെ, ഉടെ, ഉള്ള, ലെ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം? ക എന്താണ്? അപ്പൊ ഒരു പ്രോനൗണിന്റെ കൂടെ ഈ വിഭക്തി പ്രത്യയമായ ക ചേർക്കുമ്പോൾ അതിന് വരുന്ന മാറ്റം എങ്ങനെയാണെന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇന്റെ അപ്പൊ എന്താണ്? അവന്റെ. അവന്റെ എന്നുള്ള വേർഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അവന്റെ. അപ്പൊ അവൻ എന്നുള്ള വേർഡ് നമ്മൾ എവിടെ നിന്ന് പഠിച്ചു? പ്രോനൗണിൽ പഠിച്ചു. അവൻ. വാഹ്. വാഹ് പ്ലസ് ക. വാഹ് പ്ലസ് ക. വാഹ് പ്ലസ് ക ഉസ്ക. വാഹ് പ്ലസ് ക ഉസ്ക. അപ്പൊ ക, കെ, കി എന്ന് പറയുന്ന ഈ വേർഡിന്റെ അർത്ഥമാണ് ഇന്റെ, ഉടെ, ഉള്ള, ലെ. അവന്റെ, അവളുടെ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ വേർഡ്. പിന്നെ ക എന്നുള്ള വേർഡ് ഏകവചനത്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ക എന്നുള്ള വേർഡ് ഏകവചനത്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ രാം കാ ബേട്ട. റാം കാ ബേട്ട. ബേട്ട എന്ന് പറഞ്ഞ എന്താണ്? ഒരു കുട്ടി. ബേട്ട എന്ന് പറഞ്ഞ ഒരു കുട്ടി. അപ്പൊ റാം കാ ബേട്ട, രാമന് ഒരു കുട്ടി. രാം കെ ബേട്ടെ. റാമിന് എത്ര കുട്ടികളുണ്ട്? ഒന്നിൽ കൂടുതൽ. പിന്നെ അടുത്തതാണെങ്കിലോ റാം കി ബേട്ടി. അപ്പൊ റാമിന് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്ത്രീ ഇത് ഏകവചനത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നു, ഇത് ബഹുവചനത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നു. ഇത് സ്ത്രീലിംഗ ഏകവചനത്തിന്റെയും ബഹുവചനത്തിന്റെയും കൂടെ ഉപയോഗിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ക, കെ, കി എന്ന് പറയുന്ന ഇത് പ്രോനൗണിന്റെ കൂടെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും.
മേ പ്ലസ് ക എന്ന് പറയുന്ന പ്രോനൗണും വിഭക്തി പ്രത്യയങ്ങളും കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായതാണ് മേര. അപ്പൊ മേരെ, മേരി എന്ന് പറയുന്ന ഈ സെന്റൻസ് മനസ്സിലായി എല്ലാവർക്കും? ഇനി അടുത്ത നോക്കൂ, കോ. കോന്റെ അർത്ഥം നോക്കൂ. ക് നി നേ യേ. ക് നി നേ യേ. അപ്പൊ ക് മുझे എനിക്ക് കലം चाहिए. आपको क्या चाहिए? താങ്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ? മുझे കലം चाहिए. എനിക്ക് എന്ത് വേണം? ഒരു പേന വേണം. മുझे കിതാബ് चाहिए. എനിക്ക് എന്ത് വേണം? ഒരു പുസ്തകം വേണം. മുझे ചായ चाहिए. എനിക്ക് എന്ത് വേണം? ഒരു ഗ്ലാസ് ചായ വേണം. അപ്പൊ നമ്മള് എനിക്ക് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ അവൾക്ക് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് കോ എന്ന് പറയുന്ന ഈ വിഭക്തി പ്രത്യയം പ്രോനൗണിന്റെ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് വരുന്ന ആ മാറ്റമാണ്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോ എന്ന് പറയുന്ന പ്രത്യയം. അപ്പൊ അതിന്റെ അർത്ഥമാണ് ക് നെ നേ യേ. അവൾക്ക്, അവന്, അവളെ, അവളെ, അവയെ എന്നൊക്കെ പറയുന്ന വേർഡുകളാണ് ക് ന് നേ യേ. ഫസ്റ്റ് പഠിച്ചു കാ കെ കി. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ഹിന്ദിയുടെ ബേസ് എന്ന് പറയുന്നതാണ് വിഭക്തി പ്രത്യയവും ഈ പ്രോനൗണും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാനും എഴുതാനും ഒക്കെ കഴിയും. ഓക്കെ, അപ്പൊ കാ കെ കി എനിക്ക് മനസ്സിലായി. അപ്പൊ എന്താണ്? ഇന്റെ, ഉടെ, ഉള്ള, ലെ. മനസ്സിലായി? അപ്പൊ അതിന്റെ കൂടെ പ്രോനൗണിൽ വരുമ്പോൾ വരുന്ന മാറ്റവും നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാറ്റവുമാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നേ, അല്ലെ? എല്ലാ നേ എന്ന് പറയുന്ന സെന്റൻസ് അല്ലെങ്കിൽ നേ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? നേക്ക് അർത്ഥം ഇല്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താണ്? ഭൂതകാലിന്റെ സെന്റൻസ് കറക്റ്റ് ബതാനെ के लिए, അല്ലെ? ഭൂതകാലത്തില് ആ സെന്റൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നേ ഉപയോഗിക്കുന്നത്. അപ്പൊ ഭൂതകാലത്തില് 4 കാലത്തിന്റെ കൂടെ നമ്മള് ആ നേ പ്രത്യയം ഉപയോഗിക്കുന്നു. सामान्य भूतकाल, आसन्न भूतकाल और संदिग्ध भूतकाल और पूर्ण भूतकाल. इसके साथ नए प्रत्यय सगर क्रिया सकर्मक है तो अल्ले नए प्रत्यय छोड़ते हैं. ക്രിയ സകർമ്മകമാണെങ്കിലാണ് നമ്മൾ അതിന്റെ കൂടെ നേ എന്ന് പറയുന്ന ആ വിഭക്തി പ്രത്യയം ഉപയോഗിക്കുന്നത്. പിന്നേക്ക് അർത്ഥമില്ലെങ്കിൽ തന്നെ ചില കുട്ടികളൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നേ കൊണ്ടുപോയി എഴുതി വെക്കാറുണ്ട്. പ്രസന്റ് ടെൻസിലൊക്കെ നേ എഴുതി വെക്കാറുണ്ട്. പക്ഷെ അതങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? ഉസ്നെ പട. ഉസ്നെ പട, അവൾ പഠിച്ചു. ഉസ്നെ, ഉസ്നെ എന്ന് പറയുന്ന പ്രത്യയം നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയതാണ്? വാഹ് പ്ലസ് നേ. വഹ് പട എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഉസ്നെ പട, പട എന്ന് പറയുന്ന ക്രിയ സകർമ്മകമാണ്. അതുകൊണ്ട് വാഹ് പ്ലസ് നേ ഉസ്നെ. അപ്പൊ മേനെ പട, ഉസ്നെ പട. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സെന്റൻസ് നമ്മൾ ഭൂതകാലത്തിൽ സെന്റൻസ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മള് നേ പ്രത്യയം ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? सामान्य भूतकाल, आसन्न भूतकाल, पूर्ण भूतकाल और संदिग्ध भूतकाल के साथ क्रिया सकर्मक है तो प्रत्यय जोड़ते हैं. അപ്പോൾ അതിന്റെ കൂടെ മാത്രമേ നമുക്ക് നേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ പ്രസന്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ കൊണ്ടുപോയിട്ട് നേ പ്രയോഗിക്കാൻ പാടില്ല. അപ്പൊ അത്രയും കിട്ടിയില്ലേ? ഇനി അടുത്തത് എന്താണ്? സേ. സേക്ക് കുറേ അർത്ഥമുണ്ട്. ഇൽ, നിന്ന്, ഓട്, കൊണ്ട്, കാൽ, മുതൽ, ആൽ. ഇൽ നിന്ന്, ഓട്, കൊണ്ട്, കാൽ, മുതൽ, ആൽ വരെ. ഇൽ, നിന്ന്, ഓട്, കൊണ്ട്, കാൽ, മുതൽ, ആൽ വരെ. അല്ലെ? അപ്പോ സേ. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാ വരുന്നത്? കഹാം സേ ആത്തെ ഹേ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? മെയിൻ ഗർ സേ ആത്തി ഹോ. ഞാൻ എവിടെ നിന്നാ വരുന്നേ? വീട്ടിൽ നിന്ന്. ഗർ സേ, വീട്ടിൽ നിന്ന്. ഇൽ നിന്ന്, അല്ലെ? മേ ഉസ് സേ കഹാ. ഞാൻ ആരോട് പറഞ്ഞേ? അവളോട് പറഞ്ഞു അല്ലെങ്കിൽ അവനോട് പറഞ്ഞു. ഉസ് സേ. മേ ട്യൂഷൻ സേ അല്ലെങ്കിൽ സ്കൂൾ സേ ഘർ ജാതാ ഹൂം.
मैं ഞാൻ ട്യൂഷൻ और स्കൂൾ से घर जाता हूँ ഞാൻ ട്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പൊ സേന്റെ അർത്ഥം എന്താണ്? ഇൽ നിന്ന് ഓട്, ഉസ് സേ അവളോട് അവനോട് പറഞ്ഞു, ഉസ്സെ കഹ ഞാൻ അവനോട് പറഞ്ഞു. വാഹു ഉസ്സെ സുന്ദർ ഹേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? അത് അല്ലെങ്കിൽ അവൻ മറ്റവളേക്കാൾ സുന്ദരനാകുന്നു അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളതാകുന്നു. കാൽ ഇൽ നിന്ന് ഓട് കൊണ്ട് കാൽ മുതൽ ആൽ വരെ കിട്ടിയേ. അപ്പൊ ഈ മീനിങ്ങോട് കൂടിയുള്ളതാണ് സേ. നെക്സ്റ്റ് അപ്പ് എന്ന് പറയുന്ന മീനിങ് മേൽ ഓർ മുകളിൽ എന്ന് പറയുന്ന മീനിങ് ആണ് മലയാളത്തിൽ ഇതിന് ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? മെസ് पर കിതാബ് ഹേ. കിതാബ് നമ്മൾ എവിടെ വെച്ചിരിക്കുന്നത്? മുകളിൽ. मेज पर किताब है. पेड़ पर चिड़िया है. चिड़िया कहाँ बैठा है? पेड़ पर. അല്ലെങ്കിൽ छत पर पंखा है. पंखा means fan. fan എവിടെ കറങ്ങണേ? മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പ് എന്ന് പറയുന്ന മീനിങ് മുകളിൽ എന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പർ എന്ന് പറയുന്ന ഈ സംഗതി നമ്മൾ ഈ വിഭക്തി പ്രത്യയം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ക, കെ, കി, കോ, നേ, സേ, പർ. പർ മനസ്സിലായി? അപ്പൊ അപ്പ് എന്ന് പറയുന്ന മീനിങ് ആണ് ഇതിന്. മുകളിൽ മെസ് പർ, പേട് പർ, ഛത്ത് പർ എന്നൊക്കെ മുകളിൽ വെച്ചിരിക്കുന്ന സംഗതി അല്ലെങ്കിൽ അപ്പ് എന്ന് മീനിങ് വരുന്നതിനെയാണ് നമ്മൾ പറായിട്ട് ഉപയോഗിക്കുന്നത്. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മേ. മേ എന്ന് പറഞ്ഞാൽ ഇൻ, ഉള്ളിൽ. ഉള്ളിൽ എന്നർത്ഥം വരുന്ന മീനിങ് ആണ് മേ എന്ന് പറയുന്നത്. ഇൽ അല്ലെങ്കിൽ ഉള്ളിൽ. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു വരയും ഒരു ഡോട്ടും മാത്രമേ ഇതിന് പാടുള്ളൂ. മറ്റേതാണെങ്കിൽ എന്തായിരിക്കും? ഐ എന്ന് പറയുന്ന മീനിങ് ഞാൻ എന്നുള്ള വേർഡാണ് വരിക. അപ്പൊ എല്ലാ കുട്ടികളും എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. മെയിൻ എന്ന് പറയുന്നതിന് രണ്ട് വര ഒരു കൊത്തിടണം, അതാണ് പ്രോനൗണ്. മറ്റേ ഒരു വര ഒരു കൊത്തിട്ടാൽ അത് വിഭക്തി പ്രത്യയമാണ്. അത് രണ്ടും മാറാൻ പാടില്ല. നിങ്ങൾ ഡയറിയും കാര്യങ്ങളൊക്കെ എഴുതുമ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽ ഓർ ഉള്ളിൽ. ഉള്ളിൽ. ഹം കമരെ മേ ബൈഠേ ഹൈ. നമ്മൾ എവിടെ ഇരിക്കണേ? കമര, റൂമിൽ ഇരിക്കുന്നു. കമരെ മേ ഏക് ബെഞ്ച് ഹൈ. റൂമിൽ എന്തുണ്ട്? ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഒരു മേസ് ഹൈ. അപ്പൊ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻ എന്ന അർത്ഥം വരുന്ന മീനിങ്ങിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? മേൽ എന്ന് പറയുന്ന ആ വിഭക്തി പ്രത്യയം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കേലിയെ, വേണ്ടി, എനിക്ക് വേണ്ടി. മേരെ ലിയേ, എനിക്ക് വേണ്ടി. തുമാരെ ലിയേ, നിങ്ങൾക്ക് വേണ്ടി. ഉസ്കെ ലിയേ, അവന് വേണ്ടി. അല്ലെങ്കിൽ ഉൻകെ ലിയേ, അവർക്ക് വേണ്ടി എന്ന് പറയുന്ന മീനിങ് ആണ് കേലിയേക്ക്. അത് ആ വിഭക്തി പ്രത്യയവും ആ പ്രോനൗണും കൂടി ചേരുമ്പോഴാണ് ആ സെന്റൻസ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നത്. കിട്ടി? അപ്പൊ വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാക്കുകളെ തമ്മിൽ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് വിഭക്തി പ്രത്യയങ്ങള്. ഹിന്ദിയിൽ എത്ര വിഭക്തി പ്രത്യയങ്ങളുണ്ട് നോക്കൂ? 9 വിഭക്തി പ്രത്യയങ്ങളുണ്ട്. ക, ക, കെ, കി, കോ, നേ, സേ, പർ, മേ, കെ. ക, കെ, കി, കോ, നേ, സേ, പർ, മേ, കെ. ക, കെ, കി, കോ, നേ, സേ, പർ, മേ, കെ. കിട്ടിയില്ലേ? ഈ അർത്ഥം ഇത് കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തതിന്റെ മീനിങ്ങും അതുപോലെ എഴുതിയെടുത്തിട്ട് വേണം പഠിക്കാൻ. ഫസ്റ്റ് പ്രോനൗൺ പഠിക്കണം, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ വിഭക്തി പ്രത്യയങ്ങളും കൂടെ പഠിക്കണം. ഇനിയാണ് നമ്മൾക്ക് ഈ രണ്ട് സംഗതികളും കൂടെ പ്രോനൗണും വിഭക്തി പ്രത്യയങ്ങളും കൂടി ചേരുമ്പോഴാണ് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക, ബോർഡിൽ ശ്രദ്ധിക്കുക. അപ്പോ ഞാനിവിടെ പ്രോനൗണിലെ മെയിൻ എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ മെയിൻ എന്ന് പറയുന്ന പ്രോനൗണിന്റെ കൂടെ ക എന്ന് പറയുന്ന പ്രത്യയം ചേർക്കുമ്പോൾ മെയിൻ പ്ലസ് ക, മെയിൻ പ്ലസ് ക. അപ്പൊ മെയിൻ പ്ലസ് ക, മെയിൻ പ്ലസ് ക, മേര.
മെയിൻ പ്ലസ് കെ മേരെ, മെയിൻ പ്ലസ് കി മേരി. അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? എന്റെ, എന്റെ. അത് ഒന്ന് ഏകവചനത്തിന് കൂടെ, മറ്റൊന്ന് ബഹുവചനത്തിന് കൂടെ, മറ്റൊന്ന് ഏകവചനവും ബഹുവചനവും കൂടി, സ്ത്രീലിംഗ ഏകവചനവും ബഹുവചനത്തിന് വേണ്ടിയിട്ടാണ് കി എന്നുള്ളത്. അപ്പോ മെയിൻ പ്ലസ് ക മേര, മെയിൻ പ്ലസ് കെ മേരെ, മെയിൻ പ്ലസ് കി മേരി. നിങ്ങൾ നോട്ട്ബുക്കിന്റെ ഒരു സൈഡ് അടുത്ത പേജ് എടുത്തിട്ട് അത് ഇങ്ങനെ പിടിച്ചിട്ട് കള്ളികൾ വരച്ചിട്ട് വേണം അത് കറക്റ്റ് ആക്കിയിട്ട് അവിടെ എഴുതാൻ. മെയിൻ പ്ലസ് ക മേര, മെയിൻ പ്ലസ് കെ മേരെ, മെയിൻ പ്ലസ് കി മേരി. പിന്നെ അടുത്തത് എന്താണ്? മെയിൻ പ്ലസ് കോ മുച്ചുക്കോ. മെയിൻ പ്ലസ് കോ മുച്ചുക്കോ ഓർ മുച്ചേ, മുച്ചേ, ഉസേ, അതൊക്കെ കോ വരുമ്പോഴാണ് അങ്ങനെ വരുള്ളൂ. അപ്പൊ മെയിൻ പ്ലസ് കോ മേരോ എന്നല്ല, മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ എന്നാണ്. ചില കുട്ടികളൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അപ്പൊ അത് തെറ്റാണ്. അപ്പൊ മെയിൻ പ്ലസ് കോ മുച്ചുക്കോ, മെയിൻ പ്ലസ് സേ മുച്ചുസേ, മെയിൻ പ്ലസ് പർ മുച്ചുപർ, മുച്ചുമേ ഓർ എന്താണ് മുച്ചുപർ ഓർ കേലിയെ മേരെ ലിയെ, എനിക്ക് വേണ്ടി, മേരെ ലിയെ എനിക്ക് വേണ്ടി. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. ഞാൻ ഫുള്ള് എഴുതിയിട്ടില്ല, ഒന്ന് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ, ബാക്കി നിങ്ങൾ ഇതുപോലെ ചെയ്യും. നെക്സ്റ്റ് എന്താണ്? മെയിൻ പ്ലസ് കോ മുച്ചുകോ പറഞ്ഞു അല്ലേ? ഈ തു എന്ന് പറയുന്ന പ്രോനൗൺ, തു നിന്റെ, തു തെര നാം ക്യാ ഹേ, തേര നിന്റെ, തേരെ നിന്റെ, തേരി നിന്റെ. അപ്പൊ ഏകവചനം ബഹുവചനം, സ്ത്രീലിംഗ ഏകവചനം സ്ത്രീലിംഗ ബഹുവചനം. അപ്പൊ നോക്കൂ, തു പ്ലസ് ക തേര, തു പ്ലസ് കെ തേരെ, തു പ്ലസ് കി തേരി, തു പ്ലസ് കോ തുച്ചുക്കോ. അതിന് മാറ്റുണ്ട്. തു പ്ലസ് കോ തുച്ചുക്കോ, മെയിൻ പ്ലസ് കോ മുച്ചുക്കോ. ബാക്കിയൊക്കെ തുച്ച് ചേർത്തിട്ടാണ് എഴുതേണ്ടത്. മെയിൻ പ്ലസ് പർ തുച്ചുപ്പർ, മെയിൻ പ്ലസ് സെ തുച്ച് സെ, മെയിൻ പ്ലസ് മേ തുച്ചു. അങ്ങനെ അങ്ങനെ തു പ്ലസ് മേ തൂമേ. തേരേലിയെ, കേലിയെ ചേർക്കുമ്പോൾ തേരേലി. അത് ഫുള്ള് ഞാൻ എഴുതിയിട്ടില്ല, കൂടുതൽ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പൊ തു പ്ലസ് ക കെ കി തേര, തേരെ, തേരി. മറ്റേതെന്താണ്? തുച്ചുക്കോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തുച്ചുക്കോ. ഓക്കെ. ഇനി തും പ്ലസ് ക തുമാര, തും പ്ലസ് ക തുമാര, തും പ്ലസ് കെ തുമാരെ, തും പ്ലസ് കി തുമാരി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ എന്നർത്ഥം വരുന്ന ആ മീനിങ് ആണ് തും പ്ലസ് ക തുമാര, തുമാരെ, തുമാരി. അപ്പൊ കോ വരുമ്പോഴോ തുംകോ. ബാക്കിയൊക്കെ തും ചേർത്തിട്ട് എഴുതുക. തുംകോ, തുംപ, തുംസെ, തുമ്മെ, തുമാരേലിയെ. ലാസ്റ്റ് വൺ കേലിയെ വരുമ്പോ തുമാരേലിയെ. ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കൂ. ആപ്പ്, ആപ്പിന് ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ വിഭക്തി പ്രത്യയം എന്താണെന്ന് വെച്ചാൽ അത് അതേപോലെ തന്നെ നമ്മൾ ചേർത്താൽ മതി. വിഭക്തി പ്രത്യയം എന്താണെന്ന് വെച്ചാൽ അത് അതേപോലെ ഒന്ന് ചേർത്താൽ മതി. അപ്പൊ ആ പ്ലസ് ക, ആപ്ക, ആപ്കെ, ആപ്കി, ആപ്കോ, അത് അങ്ങനെ ചേർത്താൽ മതി. അതിന് താങ്കളുടെ എന്നർത്ഥം വരുന്ന മീനിങ് ആണ് വരുന്നത്. അപ്പൊ അതിന് വേറെ മീനിങ് ഒന്നും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. ഹം പ്ലസ് ക, ഹം പ്ലസ് ക ക്യാ ഹേ? ഹമാര ഔർ ഞങ്ങളുടെ അല്ലേ? ഞങ്ങളുടെ. ഹം പ്ലസ് ക ഹമാര, ഹം പ്ലസ് കെ ഹമാരെ, ഹം പ്ലസ് കി ഹമാരി. ഓക്കെ. ഹം പ്ലസ് കോ ഹംകോ ഞങ്ങൾക്ക്, ഞങ്ങളാൽ ഹംസെ, ഞങ്ങളിൽ ഹമേ, ഹമ്മേ. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന വേർഡുകളിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ബാക്കി അതേപോലെ തന്നെ ഹം പ്ലസ് ക ഹമാര, ഹമാരെ, ഹമാരി, ഹംകോ, ഹംസെ, ഹമ്മെ, ഹമാരെ ലിയെ. അത്ര മീനിങ് ആണ് അതിന്. അത്രയാണ് അത്. നിങ്ങൾ എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ ഇങ്ങനെ കള്ളികൾ വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് നല്ലൊരു പട്ടിക രൂപത്തിലാണ് അത് എഴുതിയെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. ഞാൻ പറഞ്ഞത് സിംഗുലർ ആണ്. ഇവൻ, ഇവൾ, ഇത്, ഇവൻ, ഇവൾ, ഇത്, ഈ. അപ്പോ യഹ് പ്ലസ് ക ഇസ്ക, യഹ് പ്ലസ് കെ ഇസ്ക,
ഇസ്കെ. യഹ് പ്ലസ് കി ഇസ്കി. ഇവന്റെ, ഇവളുടെ, ഇതിന്റെ എന്നൊക്കെ അർത്ഥം വരുന്ന വേർഡുകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. യഹ് പ്ലസ് കോ ഇസ്കോ. ബാക്കിയൊക്കെ ഇസ്കോ, ഇസ്പർ, ഇസ്മെ, ലാസ്റ്റ് ഇസ്നെ, ഇസ്കേലിയെ, ഇസ്കേലിയെ. ഓക്കെ, അപ്പോ യഹ് പ്ലസ് കാ ഇസ്ക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വഹ്. വഹ് അവൻ, അവൾ, അത്, ആ. വഹ് എന്ന് പറഞ്ഞാൽ അവൻ, അവൾ, അത്, ആ. അപ്പൊ അത് എന്താണ്? വഹ് പ്ലസ് കാ ഉസ്ക, ഉസ്കെ, ഉസ്കി, ഉസ്കോ, ഉസ്സെ, ഉസ്നെ, ഉസ്കേലിയെ, അങ്ങനെയുള്ള ഉസ്നെ ട്ടോ. അത് അതേപോലെ തന്നെ മുകളിലും താഴെയിട്ട് എഴുതി വെക്കുക. നെക്സ്റ്റ് എ. ഈ എ എന്ന് പറയുന്നത് യഹിന്റെ പ്ലൂരൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു. യഹിന്റെ പ്ലൂരൽ ആണ്. അത് ആദ്യം ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് ഇവർ, ഇവ, ഇദ്ദേഹം എന്ന് പറയുന്ന വേർഡുകളാണ്. അതുകൊണ്ട് തന്നെ ഈ എന്റെ കൂടെ കാ ചേർക്കുമ്പോൾ ഇൻക, എ പ്ലസ് കാ ഇൻക, എ പ്ലസ് കെ ഇൻകെ, എ പ്ലസ് കി ഇൻകി, അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരിക. ഇൻകോ ഇദ്ദേഹത്തിന്, ഇവർക്ക് എന്ന് പറയുന്ന ഈ മീനിങ് ഇതിന് വരുന്നുണ്ട്. ഓക്കെ, ഇനി വേ. വേ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ബഹുവചനമാണ്. വേ ഏയും ബഹുവചനമാണ്. അപ്പൊ ഇവിടെ ലാസ്റ്റ് സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പ്ലൂരലില് അവസാനിപ്പിക്കണം. ഇത് വേ എന്ന് പറയുന്നത് അവർ, അവ, അദ്ദേഹം എന്ന് പറയുന്ന ആ മീനിങ്ങോട് കൂടി ആ വിഭക്തി പ്രത്യയം നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ വേ പ്ലസ് കാ ഉൻക, അദ്ദേഹത്തിന്റെ. മറ്റേത് ഇദ്ദേഹത്തിൻ്റെതാണെങ്കിൽ എന്താണ്? ഇത് വഹ് എന്താണ്? അദ്ദേഹത്തിന്റെ. വേ പ്ലസ് കാ ഉൻക, ഉൻകെ, ഉൻകി, ഉൻകോ, ഉൻപർ, ഉസ്സെ, ഉൻകേലിയെ. അപ്പൊ അതാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ വാക്കിന്റെ പ്ലൂരലാണ് എന്ത്? എ, വ, വേ അല്ലെങ്കിൽ ഇൻകോ, ഉൻകോ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കോൻ. കോൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആര്, ഏത്. അപ്പൊ കോൻ എന്ന് പറയുന്നത്, കോൻ എന്ന് പറയുന്ന പ്രോനൗണിനോട് കൂടി വിഭക്തി പ്രത്യയം ചേർക്കുമ്പോൾ കിസ്ക ഏകവചനത്തിലും പ്ലൂരലിലും ഏകവചനത്തിലും ബഹുവചനത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കിസ്ക, സെക്കൻഡ് വൺ കിൻക. അപ്പൊ അങ്ങനെയാണ് രണ്ട് ഏകവചനം ഉപയോഗിക്കുന്നുണ്ട്, ബഹുവചനത്തിലും അത് വരുന്നുണ്ട്. ഏകവചനത്തിൽ കിസ്ക ആണെങ്കിൽ നെക്സ്റ്റ് കിൻക, ആരുടെ. കോൻ പ്ലസ് കാ കിസ്ക, കോൻ പ്ലസ് കെ കിസ്കെ, കോൻ പ്ലസ് കി കിസ്കി, കോൻ പ്ലസ് കോ കിസ്കോ, കോൻ പ്ലസ് पर किसपर, കോൻ പ്ലസ് में किसमें, കോൻ പ്ലസ് ने किसने, കോൻ പ്ലസ് के लिए എന്താണ്? കിസ്കെ लिए. പ്ലൂരൽ ആണെങ്കിൽ കിൻകെ लिए ഒക്കെ നാ ചേർക്കുക. എസിന് പകരം അവിടെ സ്ഥലത്ത് പകരം നേ ചേർത്തിട്ട് കിൻക, കിൻക. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. കോയി, ആരോ, ഏതോ എന്നർത്ഥം വരുന്ന കോയി അല്ലേ? കോയി പ്ലസ് കാ എന്താണ്? കിസിക. കിസിക ഒരു വള്ളി ഇട്ട് കൊടുത്താൽ മതി ഇവിടെ. മറ്റേ കോൻ കിസ്ക ആണെങ്കിൽ മറ്റേത് കിസിക. നെക്സ്റ്റ് പ്ലൂരൽ ആണെങ്കിൽ കിനീക. ഓക്കെ, ആ വള്ളി കോൻ പ്ലസ് കാ, കോൻ പ്ലസ് കാ, സോറി, കോയി പ്ലസ് കാ, കിസിക, കിസികെ, കിസികി, കിസികോ. നെക്സ്റ്റ് ആണെങ്കിലോ കിനീം എന്ന് പറയുന്ന ആ വേർഡാണ് വരുന്നത്, പ്ലൂരലാണ്. നെക്സ്റ്റ് നോക്കൂ. ജോ. ജോ ഏതൊരുവൻ, ഏതൊരുവൾ എന്ന് അർത്ഥം വരുന്ന ജോ പ്ലസ് കാ ജിസ്ക, ജോ പ്ലസ് കെ ജിസ്കെ, ജോ പ്ലസ് കോ ജിസ്കോ, ജോ പ്ലസ് കി ജിസ്കി. അത് പ്ലൂരൽ ആണെങ്കിലോ ജിൻകി. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ എന്താണ്? ജോ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയവും കാ എന്ന് പറയുന്ന ജോ എന്ന് പറയുന്ന പ്രോനൗണും കാ എന്ന് പറയുന്ന പ്രത്യയങ്ങളും കൂടി ചേർന്ന് നമുക്ക് കിട്ടിയ സെന്റൻസ് ആണ് ജിൻക അല്ലെങ്കിൽ ജിസ്ക. മനസ്സിലായി? അപ്പോ ഈ വിഭക്തി പ്രത്യയങ്ങളും പ്രോനൗണുകളും കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് സെന്റൻസുകൾ ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്നത്. അപ്പൊ അത് രണ്ട് വിഭക്തി പ്രത്യയങ്ങളും ഈ പ്രോനൗണും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം
ആദ്യം നോട്ട്ബുക്കിൽ പ്രോനൗൺ എന്താണെന്ന് കറക്റ്റ് ആക്കിയിട്ട് എഴുതി വെക്കുക, അതിൻ്റെ മീനിങ്ങും കറക്റ്റ് ആക്കിയിട്ട് എഴുതി വെക്കുക. നെക്സ്റ്റ് പേജിലാണ് വിഭക്തി പ്രത്യയം നമ്മൾ എഴുതേണ്ടത്. വിഭക്തി പ്രത്യയം വാക്കുകളെ തമ്മിൽ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. ക, കെ, കി, കോ, നേ, സേ, പർ, മേ, ഓക്കെ. ഈ ഇത്രയും 9 വിഭക്തി പ്രത്യയങ്ങളും ആ പ്രോനൗൺസുകളും കൂടി ചേർന്നിട്ടാണ്, ഇതാണ് ഈ ഹിന്ദിയുടെ ബേസിക് ഗ്രാമർ എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾ നല്ല ഇതേപോലെ കള്ളി വരച്ചിട്ട് ഒഴിവാക്കി മുകളിൽ വിഭക്തി പ്രത്യയം താഴെ പ്രോനൗൺ എഴുതി വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ വരച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. മെയിൻ പ്ലസ് ക മേര, മെയിൻ പ്ലസ് കെ മേരെ, മെയിൻ പ്ലസ് കോ മുझको, മെയിൻ പ്ലസ് കി മേരി, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നേരെ